ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, കർഷകർ, അവർക്ക് ഇൻവെസ്റ്റിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയായിരിക്കും അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സാധ്യത എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻവെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണ്. ചില ആട്രിബ്യൂട്ട്സ്, ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ. നമുക്ക് ഇൻവെസ്റ്റിൽ വിജയിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അറിവ്. അറിവ് ആവശ്യമാണ്. പക്ഷെ അറിവിനേക്കാൾ വളരെ വളരെ വളരെയധികം പ്രാധാന്യമുള്ളത് എങ്ങനെയാണ് ആ ഒരു വ്യക്തി പെരുമാറുന്നത് എന്നുള്ളതാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. 99% ഇൻവെസ്റ്റ്മെന്റ് ഫീൽഡിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം. ആ പെരുമാറ്റത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ളത് കർഷകനാണ്. അല്ലാതെ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനോ എഞ്ചിനീയറിനോ അല്ല. ഈ പറഞ്ഞ കാറ്റഗറിക്കൊക്കെ ഒരു പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഈ കർഷകരിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആവശ്യം വേണ്ട ചില ഘടകങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവർക്ക് പോലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിൽ സക്സസ് കിട്ടുകയുള്ളൂ. എന്താണ് ഈ കോമൺ ആട്രിബ്യൂട്ട്സ്? പൊതുവായിട്ട് കാണപ്പെടേണ്ട ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള, എന്നാൽ കർഷകന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സ്കില്ലുകൾ അല്ലെങ്കിൽ ചില ആട്രിബ്യൂട്ട്സ്, ചില സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് പേഷ്യൻസ് ആണ്. ഒരു ക്ഷമ വേണം, ഒരു ലോങ് ടൈം വിഷൻ വേണം. ഒരു ദീർഘകാലത്തെ കാഴ്ചപ്പാട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു കർഷകൻ കൃഷി ഇറക്കുന്നത്. ഓരോ കൃഷിക്കും ഓരോ രീതിയിലുള്ള ഡ്യൂറേഷൻ ഉണ്ട്. ഒരു പക്ഷേ ചീരയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ നാടൻ തെങ്ങൊക്കെ വർഷങ്ങൾ അല്ലെങ്കിൽ ദശകങ്ങളൊക്കെ എടുത്തായിരിക്കും അതിനകത്തുനിന്ന് ഒരു തേങ്ങ കിട്ടി വരുന്നത്. അപ്പൊ ഓരോ കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. എങ്കിലും കർഷകന് പൊതുവെ ഉള്ള ഒരു പ്രത്യേകത ക്ഷമയാണ്. കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. കാരണം ചീരയാണെങ്കിൽ 60 വർഷം അദ്ദേഹം കാത്തിരിക്കും. തെങ്ങാണെങ്കിൽ അദ്ദേഹം 100 വർഷം ചിലപ്പോൾ കാത്തിരിക്കാറില്ല. ഒരു പക്ഷേ അദ്ദേഹം തെങ്ങ് വെക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കത്തില്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം തെങ്ങ് വെക്കുന്നത്. ഇതൊരു കർഷകന് മാത്രമേ ഉള്ള ഒരു പ്രത്യേകതയാണ്. സോ കൃഷി വൃത്തിയിൽ ക്ഷമ ആവശ്യമാണ്. ലോങ് ടൈം വിഷൻ, അതായത് ദീർഘകാലത്തിന് ശേഷം വരുന്ന ഒരു കാഴ്ച, ആ ഒരു ഔട്ട്പുട്ടിനെ പറ്റിയുള്ള ഒരു വിഷൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് അറിയാം ഈ വിളവ് കിട്ടുവാൻ ടൈം എടുക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് മേഖലയിൽ വരുമ്പോൾ അവിടെയും ഒരു ലോങ് ടൈം കാഴ്ചപ്പാട് ആവശ്യമാണ്. അതായത് ഭാവിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ഇന്ന് ചെയ്യുന്നത്. അല്ലാതെ ഇന്ന് എന്തെങ്കിലും ചെയ്ത് രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതല്ല. വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ കാര്യമാണ് പറയുന്നത്, ട്രേഡിങ്ങിന്റെ കാര്യമല്ല പറയുന്നത്. അടുത്തൊരു സ്വഭാവവിശേഷം കർഷകന് വേണ്ടത്, അദ്ദേഹം റീസണബിളി ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഒരു ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ്. ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം കൃഷി ഇറക്കുന്നത് തന്നെ. അല്ലാതെ ഈ കൃഷി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വെള്ളം കയറി പോകുമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കർഷകൻ ഒരിക്കലും കൃഷി ഇറക്കുകയില്ല. അത് സാധ്യമല്ല. ഇപ്പൊ കർഷകൻ കൃഷി ഇറക്കുന്നുണ്ടെങ്കിൽ, ഒരു വിത്ത് അയാൾ നടുന്നുണ്ടെങ്കിൽ, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിലെങ്കിലും. എല്ലാ കാര്യമല്ല, ചെയ്യുന്ന കർമ്മത്തിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്, ഇത് ശരിയാവും. ആ വിശ്വാസം നിക്ഷേപ മേഖലയിൽ ആവശ്യമാണ്. നിക്ഷേപ മേഖലയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അദ്ദേഹം ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. അല്ലാതെ ഒരു ശുഭാപ്തി വിശ്വാസം, ഒരുപാട് വലിയ ശുഭാപ്തി വിശ്വാസം അല്ല പറയുന്നത്. ഒരു പരിധി വരെയെങ്കിലും ശുഭാപ്തി വിശ്വാസം ഉള്ളവരാണ് സ്റ്റോക്ക് വാങ്ങേണ്ടത്. അല്ലാതെ ഈ ലോകത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എല്ലാവരും നശിക്കും, അല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ ലോകയുദ്ധം ഉണ്ടായി ഇതെല്ലാം കൂടെ പൊട്ടി നിഫ്റ്റിയൊക്കെ അടച്ചു പൊട്ടിപ്പോകും എന്നൊക്കെയുള്ള മാനസികമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റില്ല. സോ കർഷകന്റെ കൂട്ട് ഇവരും ഒരു പരിധി വരെ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന്റെ ഫീൽഡിൽ മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ഉള്ളത്, ഒരു റിയലിസ്റ്റ് ആണെങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റും. റിയലിസ്റ്റ് ആണ്, കർഷകനും റിയലിസ്റ്റ് തന്നെയാണ്. കാര്യങ്ങൾ പല രീതിയിൽ പോകും എന്ന് കർഷകനും അറിയാം. ചിലപ്പോൾ വെള്ളം കയറിയേക്കാം. ആ ഒരു സാധ്യത നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷെ അതൊരു ഉറപ്പല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൃഷി ഒരിക്കലും ആർക്കും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്ററും. പക്ഷെ ഒരു അഡീഷണൽ ആയിട്ട്
റിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത്. ക്യാഷ് മാർക്കറ്റിൽ ചെയ്യുകയാണെങ്കിലും ആവറേജ് ഡൗൺ എന്നുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അതിന് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഹോൾഡ് ചെയ്താൽ തിരിച്ച് ആദ്യം മേടിച്ച പ്രൈസിൽ എത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് മാന്യമായ റിട്ടേൺസ് ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടും. അത് ഒരു റിയലിസ്റ്റ് ആണ്. അവിടെ അദ്ദേഹം വാങ്ങിച്ച സ്റ്റോക്കിന്റെ ആദ്യത്തെ ലെവലിൽ നിന്ന് അത് മുകളിലേക്ക് പോയിട്ടില്ല, ഒരു പൈസ പോലും താഴേക്കാണ് പോയത്. പക്ഷെ താഴെ പോയപ്പോൾ അദ്ദേഹം വീണ്ടും മേടിച്ചതുകൊണ്ട് അദ്ദേഹം ആവറേജ് ഡൗൺ എന്നുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയും അദ്ദേഹം പ്രോഫിറ്റിൽ എത്താനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് വരികയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് റിയലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് മാർക്കറ്റിലെ എക്സാമ്പിളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷെ ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മറ്റു പല അവസരങ്ങളും കിട്ടുകയാണ്. ഓപ്ഷൻ മാർക്കറ്റിൽ ന്യൂട്രൽ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോക്കിൽ പോലും ലാഭം കിട്ടാൻ ഉള്ള ടെക്നിക്കുകളുണ്ട്. സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ പോകണമെന്നില്ല. ന്യൂട്രൽ ആയിട്ട് പോകുന്ന അവസ്ഥയിലും ഓപ്ഷൻ സെല്ലിംഗ് വഴി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ ഷോർട്ട് ചെയ്തുകൊണ്ട് ഒരു റിയലിസ്റ്റ് ആയിട്ട് നിലനിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാനുള്ള അവസരവും ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഒരു പക്ഷേ ഒരു കർഷകൻ മെയിൻ ആയിട്ടുള്ള തെങ്ങിന്റെ കൃഷിക്ക് ഇടയ്ക്ക് അദ്ദേഹം മറ്റെന്തെങ്കിലും കൂടെ ഇടകൃഷി ചെയ്ത് ഒരു ലാഭം ഉണ്ടാക്കുന്ന കൂട്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ വിറ്റുകൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടും. തീർച്ചയായിട്ടും ഒരു കർഷകനാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യം, കർഷകൻ അതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും റിസ്കിന്റെ ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി നാശം ഉണ്ടാവാം, അല്ലെങ്കിൽ വിളവിന് കറക്റ്റ് വില കിട്ടാത്ത സാഹചര്യം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, കീടാണുക്കളെ കൊണ്ടുള്ള ശല്യം, കൃഷി നശിച്ചു പോകുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ജോലിക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഒരു കർഷകൻ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ആ കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലെ വില വ്യത്യാസങ്ങൾ അതനുസരിച്ച് എങ്ങനെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അവധി വ്യാപാരം ചെയ്തിട്ടോ, അതായത് ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ടോ ബൈ ചെയ്തിട്ടോ ഒക്കെ അദ്ദേഹത്തിന് ആ വിലയുടെ പുറത്തൊരു കൺട്രോൾ ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരും. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ വിളവെടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വില കുറവായിരിക്കാം, പക്ഷെ ഉയർന്ന വിലയിൽ ഒരു ഫ്യൂച്ചർ വിറ്റുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപാട് കർഷകൻ നടത്തേണ്ടതായിട്ടുണ്ട്, നടത്താറുണ്ട്. അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും അദ്ദേഹം ഫ്യൂച്ചർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട് ഓരോ രീതിയിലുള്ള സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കർഷകനാണ് ഏറ്റവും പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ചാൻസ് ഉള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഡോക്ടർ അല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഞ്ചിനീയർ അല്ല. അവർക്കൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ചില അറിവുണ്ടെന്നുള്ളതല്ല, അവർക്ക് മാനസികമായിട്ടുള്ള പ്രൊഫഷൻ വെച്ചിട്ട് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അഡീഷണൽ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ കർഷകന്റെ മനസ്സിൽ ഓൾറെഡി ഈ കാര്യങ്ങളുണ്ട്. ഈസ് റെഡി. കർഷകൻ റെഡിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലെല്ലാം ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു പുതിയ കൃഷി തുടങ്ങുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇതുപോലെ ചെയ്യാത്ത കൃഷിയാണ് പൈനാപ്പിളിന്റെ കൃഷിയെങ്കിൽ പൈനാപ്പിൾ കൃഷി തുടങ്ങുമ്പോൾ പക്ഷേ കുറെ അഡീഷണൽ കാര്യങ്ങൾ അതിനെ വേണ്ടി അറിയേണ്ടി വന്നേക്കാം. അത്രമാത്രം അഡീഷണൽ അറിവ് മാത്രമേ ഒരു കർഷകൻ ആവശ്യമുള്ളൂ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ എത്തുവാനായിട്ട്. അണ്ടർസ്റ്റാൻഡിങ് സൈക്കിൾസ് ആൻഡ് ട്രെൻഡ്സ്, ഓരോ മാർക്കറ്റിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ചില വിളവുകൾക്ക് ചില കാലഘട്ടങ്ങൾ മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ട്. എല്ലായ്പ്പോഴും എല്ലാ വിളവും നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ ഭംഗിയാവില്ല. ചില വിളവുകൾ ചില കാലഘട്ടത്തേക്ക് മാത്രമാണ്. അതിന് സൈക്കിൾ എന്നാ പറയുക. ഒരു സിക്ലിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്. ചില സമയത്ത് ചിലത് പറ്റും, ചില സമയത്ത് ചിലത് പറ്റില്ല എന്നുള്ള കാലാവസ്ഥയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് കാർഷിക വൃത്തിയിൽ വളരെ പ്രകടമാണ്. അത് ചെയ്യുന്നവരാണ് കർഷകർ. അത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട്. മാർക്കറ്റിലെ വില വ്യതിയാനങ്ങൾ അവർ അറിയുന്നുണ്ട്. ചില സമയത്ത് വില കൂടുതലായിരിക്കും, ചില സമയത്ത് വില കുറവായിരിക്കും. സപ്ലൈ ആൻഡ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ അറിയാതെ കാർഷിക വൃത്തി ശരിക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് അറിയുന്ന കർഷകന് അത് തന്നെ അറിഞ്ഞാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റർ ആവുമ്പോഴും അദ്ദേഹത്തിന് അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ടൊന്ന് പൊരുത്തപ്പെടണം. റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കറക്റ്റ് ആയിട്ട് അത് സോൾവ് ചെയ്യണം. ഇതാണ് ഇൻവെസ്റ്റ്മെന്റിൽ നടക്കുന്നത്. കൃഷിയിലും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്.
അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നു വരിക. കൃഷിയിലും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത് മണ്ണിന്റെ ക്വാളിറ്റി പരിശോധിക്കും. ചിലപ്പോൾ മണ്ണിന്റെ ക്വാളിറ്റി ലാബിലൊക്കെ അയച്ച് ടെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. എന്നിട്ട് അതിന് മണ്ണ് നിലം ഒരുക്കേണ്ടി വരും ചില കൃഷികൾ ചെയ്യുവാനായിട്ട്. മിക്കവാറും എല്ലാ കൃഷികളും ആ രീതിയിലാണ് നടക്കാറുള്ളത്. കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ കണ്ണുമടച്ച് വെറുതെ പോയി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല ഒരു കർഷകൻ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. കർഷകനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അദ്ദേഹമാണ് മാർക്കറ്റിലെ ഡിമാൻഡ് പോലും നോക്കിയിട്ടാണ് അദ്ദേഹം ഓരോ കൃഷികൾ ഇറക്കാറുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യുന്നതും നല്ല കർഷകർക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിക്ഷേപ മേഖലയിലും കമ്പനികളുടെയൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടി വരും. സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് ആ കമ്പനി എന്താണ് ചെയ്യുന്നത്, ഏത് മേഖലയിലാണ് ആ കമ്പനി, ആ മേഖലയിൽ ഭാവിയിൽ എന്താണ് ചാൻസ്, അതോ ഇത് സ്കോപ്പ് ഇല്ലാത്ത ഏതെങ്കിലും ഫീൽഡിലാണോ കമ്പനി വർക്ക് ചെയ്യുന്നത്, അതൊക്കെ അദ്ദേഹം സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആ കമ്പനി ഏത് ഫീൽഡിലാണ്. ഫോർ എക്സാമ്പിൾ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഭാവിയുണ്ട്. കാരണം ആൾക്കാർ ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട്, അവർ പല രീതിയിലുള്ള ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫീൽഡിൽ കമ്പനിക്ക് ചാൻസ് ഉണ്ട്. അവിടെ ഒരുപക്ഷെ നല്ലൊരു വിലയ്ക്ക് ആ സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു അവസരം ആവറേജ് ഡൗൺ വഴിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് വഴിയോ സാധ്യമാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും കർഷകന് സാധ്യമാവും. അടുത്തത് ഫെയിലേഴ്സ് സെറ്റ് ബാക്സ്, അതായത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടുക, തിരിച്ച് ഫൈറ്റ് ചെയ്താൽ വീണ്ടും ആ ഒരു പഴയ ലെവലിലേക്ക് എത്തിയിട്ട് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ഒരു സ്പിരിറ്റ് അത് കർഷകർക്കുണ്ട്. ഈ കർഷകരാണെങ്കിലും നിക്ഷേപകരാണെങ്കിലും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്. കാരണം അവരുടെ കൃഷി അല്ലെങ്കിൽ അവരുടെ നിക്ഷേപം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ പെർഫോം ചെയ്യാത്ത ഒരു സാഹചര്യം വരാം. ചില സ്റ്റോക്കുകൾ പൊട്ടിപ്പോവാം, ചില വിളകൾ നശിക്കാം, കാലാവസ്ഥ കാരണം വെച്ച വാഴയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരതിനെ മറികടന്നുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ അത് തന്നെയാണ് ആവശ്യം. നമ്മളതിന് പരിഹരിക്കണം. അതിന് പ്രശ്നങ്ങൾ കുറച്ചും ഈസി ആയിട്ട്, കാർഷിക വൃത്തിയേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ഒരു പക്ഷേ നല്ല ഉറപ്പായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ കുറെ കൂടെ ഡൈവേഴ്സിഫിക്കേഷനുള്ള ചാൻസ് ഉണ്ട്, കുറെ കൂടി റിസ്ക് മാനേജ്മെന്റിനുള്ള ടൂൾസ് ഉണ്ട് നിക്ഷേപ മേഖലയിൽ. അപ്പൊ അതവർ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും 4ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ല 5ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. അതിൽ കൂടുതൽ ആവശ്യമില്ല, ഒട്ടും ആവശ്യമില്ല. ടെക്നിക്ക് പഠിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അതിന് ആ ടെക്നിക്ക് പഠിച്ചെടുക്കാൻ ആ ശരാശരി സ്കില്ല് മാത്രമേ ആവശ്യമുള്ളൂ, അതുപോലും സത്യത്തിൽ ആവശ്യമില്ല. സോ ഇങ്ങനെ ഈ ചലഞ്ചസിനെ, പ്രശ്നങ്ങളെ മറികടന്നു വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഫാമേഴ്സ്, അതായത് കർഷകർ കാണിക്കാറുണ്ട്. അത് തന്നെ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും ആ സ്കിൽ അവർ കൊണ്ടുവരണം. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഓരോ പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അവർക്ക് ഒരു അസറ്റായിട്ട് മാറും. കാരണം അവർ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ കൂടെ വെളിച്ചത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്കത് ഉപയോഗപ്രദമാകും. ആ ഫെയിൽവേഴ്സ്, ഇതൊക്കെയാണ്, ഈ ഒരു അപ്രോച്ചാണ് കാർഷിക വൃത്തിക്കും ഇൻവെസ്റ്റിങ്ങിനും ആവശ്യമായിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, കർഷകരുടെ പ്രത്യേകത, അവര് മണ്ണിന്റെ ആ ഒരു സാഹചര്യങ്ങൾ പഠിക്കുകയും കാലാവസ്ഥയുടെ കാര്യങ്ങൾ അറിയുകയും അതനുസരിച്ച് അവരുടെ കൃഷി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കൃഷികൾ മാറ്റിപ്പിടിക്കുകയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യും. കളയൊക്കെ പറിക്കുന്ന സമയത്ത് പറിച്ച് കളയുക, അല്ലെ ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നിടത്ത് ക്ലീൻ ചെയ്ത് അവരുടെ ആ ഒരു പ്ലോട്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർഷകർ ചെയ്യാനുണ്ട്, മോണിറ്റർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, പൊസിഷൻ എന്ന് പറയാല്ല, ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക, അതായത് കമ്പനിയെ പറ്റി അറിയുക, അല്ലെ ഒന്നിലധികം സ്റ്റോക്കുകൾ എടുത്തിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക, അതായത് വൈവിധ്യവൽക്കരണം. ഇപ്പോൾ ഒരു കൃഷി മാത്രം ചെയ്യാതെ, വാഴ മാത്രം എവിടെയെങ്കിലും ഒരു പ്ലോട്ടിൽ വെക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് പല പ്ലോട്ടുകൾ എടുത്തിട്ട് പലതരത്തിലുള്ള വിളകൾ അവിടെയൊക്കെ ചെയ്താൽ എവിടെയെങ്കിലും ഒരിടത്ത് വെള്ളം പൊങ്ങിയാലും മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് അത് റിക്കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു വിള പക്ഷേ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ചില വിളകൾ ഉണ്ടാവാം. അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കർഷകൻ ചെയ്യേണ്ടതാണ്. എന്നാലേ അദ്ദേഹത്തിന് ശരിക്കും ആ ഒരു കാർഷിക വൃത്തിയിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കർഷകരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. ഇവിടെയും ഉണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ.
ഇവിടെയുമുണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സാഹചര്യം, ഇവിടെയുമുണ്ട് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ, നമ്മുടെ കമ്പനികളെ പോർട്ട്ഫോളിയോ ബാധിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും നടക്കാറുണ്ട്. ഇതൊക്കെ അറിഞ്ഞു കണ്ട് മുന്നോട്ട് നമുക്ക് റെഡിയായി. റിസോഴ്സ്ഫുൾനെസ് ആണ് മറ്റൊന്ന്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ, ഒന്ന് അവരുടെ അധ്വാനമാണ്, മറ്റൊന്ന് അവരുടെ ടൈം, മറ്റൊന്ന് അവരുടെ ലാൻഡ്, പിന്നെയുള്ള അവരുടെ വിള, അതിൽ നിന്ന് കിട്ടുന്ന വിത്തുകളും, അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് പോലും അവർ എടുത്ത് അവിടെ യൂസ് ചെയ്യും. ഒരു പക്ഷേ അത് വളവാക്കി മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേനയ്ക്ക് ചവറ് വെക്കാൻ എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ മാക്സിമം എപ്പോഴും അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിലുള്ള വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ എന്നാൽ വില കുറഞ്ഞ രീതിയിൽ വിറ്റ് പോകുന്നവ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഇനി ടെക്നിക്കുകൾ ഇല്ലെങ്കിൽ പോലും ആവറേജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്റ്റോക്കുകളും നമുക്ക് അണ്ടർ വാല്യുവേഷനിൽ ആണ് അത് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം നോക്കി കിട്ടും. അതുമല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വിറ്റുകൊണ്ട് പ്രൈസ് താഴെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയും വെയിറ്റിംഗ് ചാർജ് മേടിക്കുകയും ആ രീതിയിലാണെങ്കിലും അവർക്ക് ഒരു സ്റ്റോക്ക്, നല്ല സ്റ്റോക്ക് കണ്ടുപിടിച്ചിട്ട് അത് കുറഞ്ഞ വിലയ്ക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ റിസോഴ്സുകൾ, അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ഫാർമേഴ്സ്, കർഷകർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ, അത് അവരുടെ അറിവാകാം, അല്ലെങ്കിൽ അവരുടെ ടൈം ആകാം, അവരുടെ പണമാകാം, ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ പോർട്ട്ഫോളിയോ മെച്ചപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നത്. ലിവറേജ് ലഭ്യമാണ്, അതായത് കുറഞ്ഞ എമൗണ്ട് കൊണ്ട് കൂടുതൽ വാല്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില സ്കീമുകൾ നിക്ഷേപ മേഖലയിലുണ്ട്. അതിനെപ്പറ്റി അറിഞ്ഞു കണ്ടിട്ട് ആ ഇൻഫോംഡ് ചോയ്സസ്, അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം ഇതുവഴി കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഫോക്കസ് ഓൺ ദ ബിഗർ പിക്ചറാണ്. കർഷകര് ഒരു വളരെ വലിയ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവർ കൃഷി ചെയ്യുമ്പോൾ ആ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡിനകത്ത് തന്നെ എല്ലാം കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അവിടെ തന്നെ അത് കൺസ്യൂം ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് പുറത്തേക്ക് പോകുന്നുണ്ട് അതിന്റെ ഔട്ട്പുട്ട്. ഒപ്പം അവിടെ പല ഇൻപുട്ടും പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ആ ബാഹ്യ ലോകത്തുള്ള എലിമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കർഷകൻ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്റ്റോക്ക് മേടിച്ചെന്ന് വിചാരിച്ച് ആ ഒരു സ്റ്റോക്ക് മാത്രമല്ല, മറ്റൊരു സ്റ്റോക്ക് മേടിച്ചു അത് മാത്രമല്ല, വളരെ വിശാലമായിട്ടുള്ള മാർക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകണം. ആഗോളതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തികമായിട്ടുള്ള ഗവൺമെന്റിന്റെ പോളിസികളും മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ സ്റ്റോക്കുകൾ മാത്രം നോക്കിയാൽ പോരാ, സ്റ്റോക്കുകൾ നോക്കണം, പക്ഷെ അതേസമയം തന്നെ സ്റ്റോക്കുകൾ വാങ്ങണം, പക്ഷെ അതേസമയം തന്നെ മറ്റുള്ള മേഖലകളിലുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അല്ലെ മറ്റ് ആഗോളതലത്തിൽ എന്ത് നടക്കുന്നു, യുദ്ധങ്ങളുണ്ടോ, ഈ വക ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കർഷകൻ എങ്ങനെയാണോ ഒരു വളരെ വലിയ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ഇൻവെസ്റ്ററും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോങ് ടൈം റിവാർഡ്സ് ആണ് കർഷകന് കിട്ടുന്നത്. നല്ലൊരു ഹാർവസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള എഫർട്ട് എടുക്കുകയും അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെയാണ് ഒരു നിക്ഷേപകൻ. അദ്ദേഹം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാം. കുറച്ച് ടൈം ശേഷം, ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ആണെന്നില്ല, പലപ്പോഴും വർഷങ്ങളെടുത്ത വർക്കൗട്ട് എന്ന കാര്യങ്ങളുണ്ട്. അത് വീണ്ടും അവർക്ക് ഫർദർ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെയും ഉണ്ട് ഒരു ലോങ് ടൈം റിവാർഡ്സിന്റെ മെച്ചം. കാരണം ഡിവിഡൻഡുകൾ ഒക്കെ ഡിക്ലെയർ ചെയ്യപ്പെടാം, മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാം, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനൊക്കെ ഉള്ള ഒരു അവസരം ലോങ് ടൈമിലാണ് അവിടെ വന്ന് ചേരുക. പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ: കൃഷിയുടെ കാര്യത്തില് പേഷ്യൻസ് ആവശ്യമാണ്. കർഷകന് പേഷ്യൻസ് ഉണ്ട്. ഇൻവെസ്റ്റിങ്ങിന്റെ കാര്യത്തില് ദീർഘകാലമായിട്ടുള്ള, അതായത് ദീർഘകാലത്തെ ഒരു വ്യൂവിലാണ് കാര്യങ്ങൾ ചെയ്യുക. അവിടെയും പേഷ്യൻസ് അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. ഷോർട്ട് ടൈം സ്പെക്കുലേഷൻ, ഒരു ഊഹ കച്ചവടം, അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യത്തില് അഗ്രികൾച്ചറിൽ അത് ചെയ്തേ പറ്റൂ. മാർക്കറ്റിലാണെങ്കിലും ഇൻവെസ്റ്റിംഗിന്റെ മേഖലയിലാണെങ്കിലും മാർക്കറ്റിലെ വൊളാറ്റിലിറ്റി, പ്രൈസിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഒരു മൂവ്മെന്റ്, ആ കാര്യങ്ങൾ നമ്മൾ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യണം. സൈക്കിൾസ് അറിഞ്ഞിരിക്കണം. ഓരോ പ്രത്യേക രീതിയിലുള്ള മൂവ്മെന്റുകൾ, ഓരോ ഐറ്റംസിന്റെ, അത് ഓരോ വിളയുടെ ആവാം, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആവാം. അതുപോലെ തന്നെ മാർക്കറ്റിലും നിക്ഷേപ മേഖലയിലും അതുപോലെയുള്ള ചില കാര്യങ്ങൾ നടക്കാറുണ്ട്, അത് അറിഞ്ഞിരിക്കണം. പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്, അത് രണ്ട് മേഖലയിലുണ്ട്. കമ്പനിയുടെ കേസിലാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ അത് അറിഞ്ഞ്
കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അറിഞ്ഞ് മുന്നോട്ട് പോവുക. എന്നാലേ പ്രായോഗികമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. പരാജയങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് തിരിച്ച് കയറി വരിക, പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. രണ്ട് മേഖലയിലും ഒരുപോലെ തന്നെയാണ് മാർക്കറ്റിലെ താഴോട്ടുള്ള ചില മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ചില തെറ്റായ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തിയേക്കാം ബൈ മിസ്റ്റേക്ക്. അത് പഠിച്ച് അതിനകത്ത് ആ ഒരു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വന്ന് മുന്നോട്ട് പോവുക. അതാണ് നിക്ഷേപ മേഖലയിലും ചെയ്യേണ്ടത്, അതാണ് കൃഷി വൃത്തിയിലും ചെയ്യാറുള്ളത്. എന്തായാലും നമ്മൾ ഇത്രയും പഠിച്ചു. അതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. ആദ്യത്തേത് പേഷ്യൻസ് ആണ് രണ്ട് മേഖലയിലും നിർബന്ധമായിട്ട് വേണ്ടത്. രണ്ടാമത്തേത് റിസ്ക് മാനേജ് ചെയ്യാനുള്ള അറിവും കഴിവും. മൂന്നാമത്തേത് ഒരു ലോങ് ടൈം കാഴ്ചപ്പാട് വേണം. സോ അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൃഷി വൃത്തിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് നിക്ഷേപ മേഖലയിലേക്ക് വളരെ ഭംഗിയായിട്ട് നടന്നു കയറാനുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ചില ടെക്നിക്കുകൾ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കൃഷിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുള്ള പല സ്കില്ലുകളും നേരിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിക്ഷേപ മേഖലയിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കർഷകർക്കും ഭംഗിയായിട്ട് നിക്ഷേപം ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.